ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ശ്രീലങ്കയുടെ തെക്കൻ തീരത്ത് ഇറാനിയൻ യുദ്ധക്കപ്പൽ തകർത്തത് US ആണവ അന്തർവാഹിനി എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. ഇന്ത്യയിലെ വിശാഖപട്ടണത്ത് നടന്ന മിലാൻ 2026 ബഹുരാഷ്ട്ര നാവിക അഭ്യാസത്തിൽ പങ്കെടുത്ത ശേഷം ഇറാനിലേക്ക് മടങ്ങുകയായിരുന്നു മൗജ് ക്ലാസ് യുദ്ധക്കപ്പൽ ഐറിസ് ദേനയാണ് അന്തർവാഹിനി ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായത്. കപ്പൽ ആക്രമിച്ചത് തങ്ങളാണ് എന്ന US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 1945 രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ച ശേഷം ആദ്യമായാണ് US ടോർപിഡോ ആക്രമണത്തിലൂടെ ഒരു യുദ്ധക്കപ്പൽ തകർക്കുന്നത്. ഈ ടോർപിഡോ ആക്രമണമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിക്കുന്നത്. ആക്രമണത്തിലൂടെ ഒരു യുദ്ധക്കപ്പൽ തകർത്തു എന്നതിനപ്പുറം ഈ ടോർപിഡോ ആക്രമണം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആദ്യമായി US ഉപയോഗിക്കുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഇറാനിയൻ നാവികസേനയിലെ പ്രധാനപ്പെട്ട യുദ്ധക്കപ്പലുകളിൽ ഒന്നായിരുന്നു ഐറിസ് ദേന. ബുധനാഴ്ച ശ്രീലങ്കയുടെ തെക്കൻ തീരത്ത് വെച്ചാണ് 180 പേരടങ്ങുന്ന ഒരു ഇറാനിയൻ നാവിക കപ്പലിന് നേരെ US ടോർപിഡോ അറ്റാക്ക് നടത്തിയത്. കപ്പൽ കടലിൽ മുങ്ങിയതായും 32 പേരെ രക്ഷപ്പെടുത്തിയതായും വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് ആണ് റിപ്പോർട്ട് ചെയ്തത്. ശ്രീലങ്കയുടെ സമുദ്രാതിർത്തിക്ക് പുറത്തുനിന്നും പ്രാദേശിക സമയം പുലർച്ചെ 5:08 യുദ്ധക്കപ്പൽ ഐറിസ് ദേന ഒരു ദുരന്ത സിഗ്നൽ അയച്ചതായി ശ്രീലങ്കൻ വിദേശകാര്യ മന്ത്രി വിജിത ഹെരാത്ത് ശ്രീലങ്കൻ പാർലമെന്റിനെ അറിയിച്ചു. അപകടത്തിൽപ്പെട്ട കപ്പലിലേക്ക് നാവിക കപ്പലുകളും വ്യോമസേനയും അയച്ച് രക്ഷാപ്രവർത്തനം നടത്തിയതായും മന്ത്രി പറഞ്ഞു. കപ്പൽ തകർന്ന് 80 ഇറാനിയൻ നാവികർ കൊല്ലപ്പെട്ടതായി ശ്രീലങ്കൻ ഡെപ്യൂട്ടി വിദേശകാര്യ മന്ത്രി അറിയിച്ചു. ഗുരുതരമായി പരിക്കേറ്റ 32 നാവികരെ ശ്രീലങ്കൻ ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തി. അവരെ തെക്കൻ തീരദേശ നഗരമായ ഗാലയിലെ കരാപിതയ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ് എന്നും അറിയാൻ കഴിയുന്നു. കപ്പലിലുണ്ടായിരുന്ന ബാക്കിയുള്ള സൈനികരടക്കമുള്ളവർക്കായി തിരച്ചിൽ തുടരുകയാണ് എന്നാണ് ശ്രീലങ്കൻ നാവികസേന വക്താവ് ക്യാപ്റ്റൻ ബുദ്ധിക സമ്പത്ത് പറഞ്ഞത്. കപ്പൽ കടലിൽ പൂർണ്ണമായും മുങ്ങിയെന്നും നിരവധി മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്നും നാവികസേനയുടെ വക്താവും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. US വളരെ പ്ലാനിങ്ങോട് കൂടി നടത്തിയ ഒരു അറ്റാക്കാണ് ഇത്. പ്രത്യേകിച്ച് ഇറാൻ ഗൾഫ് രാജ്യങ്ങളിലേക്ക് USന്റെ സൈനിക താവളങ്ങളിലേക്കും നടത്തുന്ന അറ്റാക്കിന് മറുപടി എന്ന രീതിയിലാണ് US ഇപ്പോൾ ഈ യുദ്ധക്കപ്പൽ തകർത്തിരിക്കുന്നത്. അതും രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആദ്യമായി US ടോർപിഡോ ആക്രമണം നടത്തി എന്നതും ഏറെ ശ്രദ്ധേയമായി കാണുന്നു.